എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉഴുന്നോടെ കഴിച്ചാൽ ക്യാൻസർ ഉറപ്പാണ്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പൊതി ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഇപ്പോൾ ഒരു ജീവിതത്തിൽ നിന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇതിനകത്തുള്ളത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു പൊതിക്കകത്ത് ഇതിൻ്റെ ഒരു എണ്ണമയം കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തോ പൊരിപ്പ് ഐറ്റമാണെന്നുള്ള കാര്യം. അപ്പം എന്തേ ഞാൻ ജസ്റ്റ് നമ്മുടെ ഉഴുന്നുവടയാണ്. നമ്മൾ ഉഴുന്നുവട നല്ല ഉള്ളിവട, പരിപ്പുവട അങ്ങനെ തുടങ്ങി നിരവധി വടകൾ നമ്മൾ ദിവസവും മലയാളികൾ കഴിക്കുന്നവരാണ്. അതും പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമുക്കിതുപോലുള്ള നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പറിലായിരിക്കും തരുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും നിറയെ മഷിയുള്ളതാണ് നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഞാൻ ഈ 2 ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ടിഷ്യൂവിനകത്തിരിക്കുന്ന ഈ ഉഴുന്നുവടയുടെ എണ്ണ എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം ഇതിന് മനസ്സിലാവും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കൂടുതൽ എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ പോലുള്ള മാരകമായ പല അസുഖങ്ങളും വരാൻ സാധ്യതകളുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ ടിഷ്യൂ പേപ്പറിൽ നിന്നും ഈ ഒരു ഉഴുന്നുവടയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിവടയൊക്കെ മേടിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മൾ കൊണ്ടുവന്ന ഇങ്ങനെയുള്ള പേപ്പറുകൾ, അതായത് നിറയെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇതുപോലുള്ള ന്യൂസ് പേപ്പറിൽ നമ്മൾ വെച്ചിട്ട് നന്നായിട്ട് നമ്മളങ്ങ് അമക്കും. നമുക്കറിയാം ഇതിനകത്തുള്ള പകുതി കൂടുതൽ വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ഇതിനകത്തുള്ള പാമോയിലും ഈ ഒരു പേപ്പറിലേക്ക് പറ്റും. നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടാവും. നമ്മുടെ ഈ ഒരു പേപ്പറിലേക്ക് കൃത്യമായിട്ട് നമ്മുടെ ഇതിനകത്തുള്ള ഒരു പകുതി കൂടുതൽ എണ്ണയും പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്വാഭാവികം വിചാരിക്കും അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള നമ്മുടെ ഉഴുന്നുവടയ്ക്കകത്തുള്ള എണ്ണ മുഴുവനും പോയി നമുക്കിതിനെ വിശ്വസിച്ച് കഴിക്കാമെന്ന്. പക്ഷേ നമ്മളറിയാത്ത, നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഉഴുന്നുവടയിലേക്ക് പറ്റിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. പലരും ചിലപ്പോൾ ഇത് നമുക്ക് പലരും കാര്യം ഞാൻ പറയുന്നതെല്ലാം നമുക്കിപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ മൊത്തം വിഷാംശം എന്നുള്ള കാര്യമാണ് പലരും നെഗറ്റീവുള്ള കമൻറ്റ് ഇടുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഒരു കാര്യങ്ങളും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഉഴുന്നുവട. നമുക്കിപ്പം കണ്ണുകൊണ്ട് ഇത് കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു പേപ്പറിൽ നിന്ന്, അതായത് ഈ ന്യൂസ് പേപ്പറിൽ നിന്നും ഇതിനകത്തുള്ളൊരു മഷിയുണ്ട്. ഇത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന മഷി നമ്മുടെ ഈ ഒരു ഉഴുന്നുവടയിൽ നിറയും പറ്റിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങളാൽ കാണാൻ കഴിയില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, എൻ്റെ ഒരു പേപ്പർ ഏകദേശം ഒരു 2-3 മാസം മുമ്പുള്ള പത്രമാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് മഷിയും ഉണങ്ങി ഈ പേപ്പറിലേക്ക് പിടിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ഈ ഒരു കാർബൺ നമ്മുടെ ഈ ഒരു ഉഴുന്നുവടയിൽ പിടിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ 1 മാസത്തിനകത്തുള്ള അല്ലെങ്കിൽ 1 ദിവസമോ 2 ദിവസമൊക്കെ ഉള്ള പത്രത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇതുള്ള നല്ല വെളിച്ചെണ്ണയുള്ള ഒരു ഉഴുന്നുവടയായിട്ട് നിങ്ങളിങ്ങനെ അമക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ മുഴുവൻ നമ്മുടെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പലഹാരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി അതിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പറയുന്നില്ല, നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല. നമ്മൾ പുതിയൊരു പത്രത്തിൽ നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം നിങ്ങൾ ആ പത്രത്തിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു അച്ചടി ഭാഷ മുഴുവൻ നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കും. അത്രമാത്രം ഡേഞ്ചർ ഐറ്റം വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഈ പത്രങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നത്. നിറയെ കാർബണാണ്, ഒരു കളറിങ് ഏജൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പത്രങ്ങൾ മുഴുവൻ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇതിനകത്ത് ലെഡ്, മെർക്കുറി എന്ന് പറഞ്ഞ അനേകം ഐറ്റങ്ങൾ നമുക്ക് ഈ ഒരു പത്രത്തിൻ്റെ ഈ ഒരു പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്നൊന്നും യാതൊരു വിധമായ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. പതിയെ നമ്മൾ വൃക്കയിലേക്കും കരളിലേക്കും പോയി പറ്റിപ്പിടിച്ച് കിടക്കും. അത് കിടന്ന് നമുക്ക് അവിടെ മാരകമായ ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണ് ഭാവിയിൽ നമുക്ക് കാത്തിരിക്കുന്നത്. ഇപ്പം പലരും ചിലപ്പോൾ ഇങ്ങനെ ഒരു എണ്ണ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരിക്കും, നല്ലത് തന്നെയാണ്. ഒരുപാട് എണ്ണ നമ്മുടെ ശരീരത്തിലേക്ക് പോയിട്ട് കൊളസ്ട്രോൾ വേണ്ടാന്ന് കരുതിയിട്ടാണ് നമ്മൾ കിഡ്നിക്കും കരളിനൊക്കെ മാരകമായ അസുഖങ്ങൾ വരാനുള്ള കാരണം വെച്ച് നമ്മൾ ഇങ്ങനൊരു ഉഴുന്നുടച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ വെച്ച് ഈ പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു കാരണവശാലും ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു പലഹാരങ്ങൾ അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ പ്രിൻ്റ് വരുന്ന പേപ്പറിൽ ഏതാണെങ്കിലും ശരി അതിനകത്ത് വെച്ച് എണ്ണമായി ഞെക്കിക്കളയാൻ ശ്രമിക്കരുത്. അതല്ല ഞെക്കിക്കളഞ്ഞ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗിക്കാം. ടിഷ്യൂ പേപ്പറിലും എങ്ങനെയായാലും മായം ഉണ്ടാകും. പക്ഷേ ഇത്രയധികം പ്രശ്നങ്ങൾ നമുക്ക് ഒരു കാരണവശാലും ഈ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കത്തില്ല. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെച്ചാലും നമുക്ക് ഞെക്കിക്കളഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഇനി അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ വിട്ട് നമ്മുടെ ഈ ഒരു വൃക്കയിലും കരളിലൊക്കെ ഈ ഒരു സാധനം വന്ന് അടിയുമ്പോൾ, അതായത് മെർക്കുറിയും ലെഡും ഒക്കെ പതിയെ നമ്മുടെ വൃക്കയിലും കരളിലേക്ക് വന്ന് അടിയും. പക്ഷേ നമുക്കിത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ ഡോക്ടർമാർക്ക് പോലും ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്യാൻസർ എന്നുള്ള കാര്യം ഇതിൽ നിന്നും മനസ്സിലാകത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ഒരുപാട് പഠനങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾ ഒന്നുകിൽ ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ തൊട്ട് ജസ്റ്റ് കൈ ഒന്ന് നനച്ചിട്ട് ഏതെങ്കിലും പുതിയ പത്രത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു കംപ്ലീറ്റ് മെഷീൻ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ എന്തുമാത്രം അമക്കി പിടിച്ചിട്ടായിരിക്കും ഇതിനകത്തുള്ള ഈ ഒരു വെളിച്ചെണ്ണ കളഞ്ഞിട്ട് നമ്മളിത് കഴിക്കുന്നത്. അതിനകത്ത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. നമ്മൾ മലയാളിയെ സംബന്ധിച്ച് നമുക്ക് ഇതുപോലുള്ള പലഹാരങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. ഇതാരും നിർത്താനും പോകുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് ഒന്നിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ വെച്ച് ഇതിൻ്റെ ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ കളയാൻ ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.